അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് എല്ലാവരും വീടുകളിൽ ദീപം തെളിയിക്കണമെന്നും രാമനാമം ജപിക്കണമെന്നും പറഞ്ഞ കെ.എസ്. ചിത്രയെ സോഷ്യൽ മീഡിയ വിമർശനത്തിന് വിധേയമാക്കിയതിന് പിന്നാലെ ഇതാ നടൻ ഉണ്ണി മുകുന്ദനും രാമപ്രതിഷ്ഠ ദിനവുമായി ബന്ധപ്പെട്ട് ദീപം തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്? ജനുവരി 22-ന് നിങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും ശ്രീരാമ ജ്യോതി തെളിയിക്കുക. ശ്രീരാമന്റെ വരവ് പ്രമാണിച്ച് ഈ വർഷം ദീപാവലി ജനുവരിയിൽ വരുന്നതിന് തുല്യം. രാജാവ് സിംഹാസനം ഏറ്റെടുക്കാനുള്ള യാത്രയിലാണ്. ജയ് ശ്രീറാം എന്നാണ് ഉണ്ണി മുകുന്ദൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ ദിവസം രാജ്യം മുഴുവൻ എല്ലാവരും വീടുകളിൽ ദീപങ്ങൾ തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ഏവരെയും അറിയിച്ചിരിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഉണ്ണി മുകുന്ദൻ അയോധ്യയിലെ അക്ഷതം സ്വീകരിച്ചത്. അതേപോലെ തന്നെയാണ് ചിത്രയുടെ കാര്യം. ചിത്ര സമൂഹ മാധ്യമത്തിൽ എത്തി ഇതേ കാര്യം പറഞ്ഞപ്പോൾ വളരെയധികം വിമർശനമാണ് ചിത്ര നേരിട്ടത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ന് എല്ലാവരും ഉച്ചയ്ക്ക് 12:20-ന് ശ്രീരാമ ജയരാമ എന്ന് രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ വൈകുന്നേരം 5 തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്തും തെളിയിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ചിത്ര പറഞ്ഞത്. ചിത്ര അങ്ങനെ പറഞ്ഞതിന് പിന്നാലെ സൈബർ ലോകം ചിത്രയെ ആക്രമിക്കുകയായിരുന്നു. ഇടത് സൈബർ സേനകളെല്ലാം ചിത്രയെ അങ്ങ് സംഖ്യയാക്കുകയും ചെയ്തു എന്ന് വേണം പറയാൻ. ചിത്രയെ വിമർശിച്ചും പിന്തുണച്ചും നിരവധി ആളുകളാണ് രംഗത്തെത്തിയത്. ചിത്രയ്ക്ക് പിന്തുണ അർപ്പിച്ച് പ്രമുഖരടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. ചിത്രയോട് ഇത്തവണ ക്ഷമിച്ചുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ജി വേണുഗോപാലും അങ്ങനെ രംഗത്തെത്തി. എന്നാൽ പിന്നീട് വേണുഗോപാലിന് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടത്. ചിത്രയോടുള്ള വിമർശനം കടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദനും ഈ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയുമാണ്. അക്ഷതം സ്വീകരിക്കുന്നവരെ ആർഎസ്എസുകാരനാക്കുന്ന സോഷ്യൽ മീഡിയ പ്രവണതയെ വിമർശിച്ചുകൊണ്ട് ഇപ്പൊ അഖിൽ മാരാറും ഒപ്പം രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. പഴയ വിഷയങ്ങൾ പറഞ്ഞ് മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന മതേതര കോമാളികളെ, നിങ്ങൾ ചെയ്യുന്നത് ഉള്ളിൽ വർഗീയതയുടെ ലെവലേശം പോലും ഇല്ലാത്ത മനുഷ്യരെ കൂടി വർഗീയവാദികൾ ആക്കുമെന്നതാണ് എന്നാണ് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്. അഖിൽ മാരാർ അക്ഷതം സ്വീകരിച്ച ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്ര അക്ഷതം സ്വീകരിച്ചത്. ചിത്ര അക്ഷതം സ്വീകരിച്ചതിന് ശേഷമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ശ്രീരാമ ജ്യോതി തെളിയിക്കണമെന്ന തരത്തിലുള്ള ഒരു വീഡിയോ പങ്കുവച്ചത്. ഇതിന് പിന്നാലെയാണ് ചിത്രയ്ക്കെതിരെ വൻ സൈബർ ആക്രമണം ഉണ്ടായത്. എന്തായാലും ചിത്രയുടെ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാ ഉണ്ണി മുകുന്ദനും ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ നടൻ മോഹൻലാല്, മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ, ദിലീപ്, കാവ്യമാധവൻ, ശ്രീനിവാസൻ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയുടെ മഹാത്മ്യം വിളംബരം നടത്താൻ വേണ്ടിയും കൂടിയാണ് എന്ന കാര്യം നമുക്കറിയാം. എന്നാൽ വിവാഹത്തിന് എത്തിയ മമ്മൂട്ടിക്കും മോഹൻലാലിനും അദ്ദേഹം അക്ഷതം കൈമാറുകയും ചെയ്തു. ഒപ്പം അന്ന് വിവാഹം നടക്കാനിരുന്ന വധൂവരന്മാരെ ആശീർവദിക്കുകയും അവർക്ക് അക്ഷതം കൈമാറുകയുമായിരുന്നു പ്രധാനമന്ത്രി ചെയ്തത്. എന്തായാലും ലോകരാജ്യം ഒന്നടങ്കം ജനുവരി 22-ന് അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉണ്ണി മുകുന്ദൻ ഈ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഉടനടി തന്നെ ചർച്ചയായി മാറിയിരിക്കും. എന്തായാലും ഉണ്ണി മുകുന്ദന് നേരെയും ഒരു സൈബർ ആക്രമണം ഉണ്ടാകാം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്.